നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അതിനാൽ രക്ഷപ്പെട്ടു. മറാഠി നടി സഞ്ചരിച്ചിരുന്ന കാർ ഇടിച്ച് തൊഴിലാളി മരിച്ചു. വാഹനം ശരീരത്തിലൂടെ കയറി ഇറങ്ങി. ഒരാൾക്ക് ഗുരുതര പരിക്ക്. ഓരോ ദിവസവും അമ്പരിപ്പിക്കുന്ന വാഹന അപകടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ കാണ്ടിവലിയിൽ മറാഠി നടി സഞ്ചരിച്ചിരുന്ന കാറിടിച്ച് തൊഴിലാളി മരിച്ചു. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. നടി ഊർമിള കോത്താരെ സഞ്ചരിച്ചിരുന്ന കാറാണ് തൊഴിലാളികളെ ഇടിച്ചു തെറിപ്പിച്ചത്. ഇരുവരുടെയും ശരീരത്തിലൂടെ കാർ കയറി ഇറങ്ങി. കാർ ഡ്രൈവർക്കും നടിക്കും പരിക്കേറ്റിട്ടുണ്ട്. വെള്ളിയാഴ്ച രാത്രി ഷൂട്ടിംഗ് പൂർത്തിയാക്കി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ നടി ഊർമിള കോത്താരെ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് പോയിസർ മെട്രോ സ്റ്റേഷന് സമീപം ജോലി ചെയ്തിരുന്ന 2 തൊഴിലാളികളെ ഇടിക്കുകയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. ഒരാൾ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചതായും മറ്റൊരാൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും പോലീസ് പറഞ്ഞു. ഡ്രൈവർക്കും ഗുരുതരമായി പരിക്കേറ്റു. ഊർമിളയ്ക്ക് നിസ്സാരമായി പരിക്കേറ്റു. കൃത്യസമയത്ത് കാറിന്റെ എയർ ബാഗ് തുറന്നതിനാലാണ് ഊർമിളയുടെ ജീവൻ രക്ഷിക്കാനായത്. അശ്രദ്ധയോടെ വാഹനം ഓടിക്കുക, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം ഡ്രൈവർക്കെതിരെ കേസെടുത്തു. ഇത് സത്യം. ഞാൻ എന്റെ കുടുംബത്തെ സംരക്ഷിക്കണം. സത്യം. ഞാൻ എന്റെ ആരോഗ്യം സൂക്ഷിക്കും. രാഷ്ട്രീയത്തിൽ പ്രതിജ്ഞകൾക്ക് പേരുകേട്ട തമിഴ്നാട്ടിൽ ഇത് യാത്രക്കാർക്കുള്ള പോലീസിന്റെ പ്രതിജ്ഞയാണ്. ഈ പ്രതിജ്ഞ അപകടം കുറയ്ക്കാനാണ്. തമിഴ്നാട്ടിൽ കമ്പം തേനി റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇത്തരം ബോർഡുകൾ പല സ്ഥലത്തും കാണാം. ആശുപത്രിയിൽ ട്രോമാ കെയർ വാർഡിൽ കിടക്കുന്ന ദൃശ്യമാണ് കൂടുതലും. കൃഷിഭൂമികൾക്ക് നടുവിലൂടെ പോകുന്ന റോഡിൽ ഓരോ 4-5 കിലോമീറ്ററുകൾ പിന്നിടുമ്പോഴും സ്പീഡ് ബ്രേക്കറുകൾ. വേഗം കുറച്ച് സ്പീഡ് ബ്രേക്കർ പിന്നിടുമ്പോൾ യാത്രക്കാർക്ക് ദേഷ്യം വരും. അവർക്കായി റോഡിൽ വേറെയും ബോർഡുകളുണ്ട്. മൊബൈലിൽ സംസാരിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്ന വ്യക്തിയുടെ ചിത്രം. തൊട്ടടുത്ത ചക്രക്കസേരയിൽ അതേ വ്യക്തി ഇരിക്കുന്നതിന്റെ ചിത്രം. 2-3 കിലോമീറ്റർ കൂടുമ്പോൾ അപകട മേഖല എന്ന ബോർഡുകൾ അടിക്കടി റബ്ബിൾ സ്ട്രിപ്പ് എന്ന ചെറിയ ഹമ്പുകളുടെ കൂട്ടം. ഇതെല്ലാം കാണുമ്പോൾ അപകട മേഖലയിലൂടെയാണോ യാത്ര ചെയ്യുന്നത് എന്ന് തോന്നണം. അതാണ് തമിഴ്നാട് പോലീസിന്റെ ആവശ്യം. തേനി പെരിയകുളത്ത് വാഹനാപകടത്തിലെ കുറവിലങ്ങാട് സ്വദേശികളായ 3 പേർ മരിച്ചത് കഴിഞ്ഞ ദിവസമാണ്. ഈ റോഡുകളിൽ എല്ലാ ദിവസവും ഏതെങ്കിലും ഭാഗത്ത് അപകടം ഉണ്ടാകുന്നു. റോഡിൽ തിരക്ക് കൂടിയെന്ന് പെരിയകുളം ഡിവൈഎസ്പി നല്ലു പറഞ്ഞു. പുതിയ റോഡാണ്. നിർമ്മാണത്തിൽ പാളിച്ചയുണ്ട്. പല സ്ഥലത്തും ഡിവൈഡർ ഇല്ല. മുന്നിലെ വാഹനത്തെ മറികടക്കുമ്പോൾ അപകടങ്ങൾ കൂടുതലും. പല സ്ഥലത്തും തെരുവ് വിളക്കുകളില്ലെന്നും നല്ലു പറഞ്ഞു. ബൈപ്പാസിൽ നിന്ന് റോഡിലേക്ക് കയറുന്ന സ്ഥലങ്ങളിൽ അപകടങ്ങൾ കൂടുന്നു. ഡിണ്ടിഗൽ മധുര ഭാഗങ്ങളിൽ നിന്ന് കേരളത്തിലേക്കുള്ള വാഹനങ്ങളുടെ എണ്ണം കൂടി. ശബരിമല തീർത്ഥാടകരുടെ വാഹനങ്ങളും ക്രിസ്മസ് അവധിക്ക് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് വരുന്നവരുടെ വാഹനങ്ങളും ഈ നിരത്തിലെ തിരക്ക് കൂട്ടി. മധുര സ്വദേശിയായ ആദവൻ പറഞ്ഞു. ബൈപ്പാസുകളുടെ നിർമ്മാണം പൂർത്തിയായതോടെയാണ് അപകടങ്ങൾ കൂടിയത്. തുടർന്നാണ് സ്പീഡ് ബ്രേക്കറുകളും ബോധവൽക്കരണ ബോർഡുകളും അടിക്കടി സ്ഥാപിച്ചത്. വർഷങ്ങൾക്ക് മുമ്പ് സ്ഥിതി ഇങ്ങനെയായിരുന്നില്ല. നീണ്ടുകിടക്കുന്ന വിശാലമായ റോഡുകളിൽ വാഹനങ്ങളുടെ എണ്ണം കുറവായിരുന്നു. ഇപ്പോൾ സ്ഥിതി മാറി. കോട്ടയം ചങ്ങനാശ്ശേരി റോഡ് പോലെയായി തേനി കമ്പം റോഡ് പല ഭാഗത്തും. ഇടയ്ക്കിടെ ചെറിയ ഗ്രാമങ്ങൾ. റോഡിന് ഇരുവശവും നിറയെ വാഹനങ്ങളും. ആളുകളുടെ തിരക്കുമേറെ. ചെറു ഗ്രാമങ്ങളിൽ ഗതാഗത കുരുക്കുമുണ്ട്. ഗ്രാമങ്ങൾ കഴിഞ്ഞാൽ ഏതാനും കിലോമീറ്ററുകൾ നീണ്ട റോഡുകൾ. വാഹനങ്ങൾക്ക് സ്വാഭാവികമായി വേഗം കൂടും. പകൽ സമയത്ത് നല്ല വെയിൽ കാഴ്ചയ്ക്ക് വെല്ലുവിളിയാകും. രാത്രി എതിരെ വരുന്ന വലിയ വാഹനങ്ങളുടെ വെളിച്ചവും തടസ്സം. തമിഴ്നാട് എത്തിയെന്ന് കരുതി അമിത വേഗം ഇനി വേണ്ട. കേരളത്തിലും തമിഴ്നാട്ടിലും ഒരുപോലെ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യണമെന്ന സൂചനയാണ് തരുന്നത്.